Hi everyone, welcome to Microbiology Tutor. Today we are going to discuss about the topic environmental factors influencing the microbial growth. What are the different types of environmental factors which influences the growth of microorganisms? So, microbial growth is mainly affected by what microbial growth is mainly affected by nutrient contents or nutritional. Microorganisms are grown in media containing proper nutrients. Nutrients in the media grow. In addition to nutrients, microbial growth is affected by certain chemical and physical factors. That physical factors is what we call environmental factors. So in this video we are going to discuss about the environmental factors which influences the growth of microorganisms. എന്തൊക്കെയാണ് അതിന്റെ ചുറ്റുപാടുള്ള ഫാക്ടേഴ്സ് മൈക്രോബിയൽ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാ ഉള്ളത് വെച്ചാൽ ടെമ്പറേച്ചർ, pH, gaseous atmosphere, osmotic pressure, hydrostatic pressure and miscellaneous factors. Miscellaneous factors means light, water content, etc. Okay, all these are the environmental factors what we need to study: temperature, pH, gaseous atmosphere, osmotic pressure, hydrostatic pressure and miscellaneous factors. ഇതില് നമുക്ക് ഫസ്റ്റ് പറയാൻ പോകുന്നത് ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസസ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോഓർഗാനിസം ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ഒരു പരിധി വരെ ഏതാണ് എഫക്ട് ചെയ്യുന്നത്? ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാ എഫക്ട് ചെയ്യാം? ടെമ്പറേച്ചറിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് എ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ്. ടെമ്പറേച്ചർ എങ്ങനെയാ എഫക്ട് ചെയ്യുന്നത്? നമുക്കിവിടെ റേറ്റ് ഓഫ് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മളെ ബോഡിയിലില്ലേ, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ എന്ന് പറയുന്നത് ഓൾ ദ റിയാക്ഷൻസ് ആർ കാറ്റലൈസ്ഡ് ബൈ എൻസൈംസ് അല്ലേ? എൻസൈംസ് ആർ ഹൈലി സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ. അപ്പൊ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതിനെ എഫക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ എഫക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആസ് എ ഹോൾ വാട്ട് ഹാപ്പൻ? മെറ്റബോളിസം stops or metabolic action, metabolic reactions affected. As a result, the growth of the organism also get affected. അപ്പോൾ ഈ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിന്റെ മുകളിലാണ് ആർക്ക് എഫക്ട് ഉണ്ടാവുന്നത്? ടെമ്പറേച്ചറിന് എഫക്ട് ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം രണ്ട് ടൈപ്പ് ടെമ്പറേച്ചർ ആണ് സാധാരണ ഉണ്ടാവുന്നത്. ഒന്ന് ഹയർ ടെമ്പറേച്ചർ, പിന്നെ എന്താണ് ലോവർ ടെമ്പറേച്ചർ. അപ്പൊ ഹയർ ടെമ്പറേച്ചറിൽ എന്ത് എഫക്റ്റ് ആണ് മൈക്രോബ്സിന്റെ മുകളിൽ ഉണ്ടാവുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ ഹയർ ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് അറ്റ് ഹയർ ടെമ്പറേച്ചർ ദ മെംബ്രെയിൻ ഗെറ്റ് ഡിസ്റപ്റ്റഡ്. ഇപ്പൊ മൈക്രോബിയൽ മെംബ്രെയിൻ എന്ത് ചെയ്യും? മൈക്രോബ്സിന് നമുക്കറിയാവുന്നുണ്ട് മെംബ്രെയിൻ ഉണ്ട് അല്ലെ, ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും. ഹയർ ടെമ്പറേച്ചറിൽ അത് മെൽറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിന്റെ കോമ്പോണൻസ് ഒക്കെ പോകുന്നു. അപ്പൊ എന്ത് ചെയ്യും? സെല്ലുലാർ കോൺസ്റ്റിറ്റ്യുവൻസ് ലീക്ക് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് യൂഷ്വലി കിൽസ് ദ മൈക്രോ ഓർഗാനിസം. അതെന്താ ചെയ്യാ? മൈക്രോബ്സിനെ എന്താ ചെയ്യുന്നത്? കില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ കില്ലിങ്ങിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മെംബ്രെയിൻ ഡിസ്റപ്ഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് അതേപോലെ തന്നെ ബയോമോളിക്യൂൾസിന്റെ കോയാങ്കുലേഷൻ
ഉണ്ടാവും. കോയാഗുലേഷൻ ആൻഡ് precipitation ഓഫ് ബയോമോളിക്യൂൾസ് occur ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? മൈക്രോബിയൽ സെൽസ് അവിടെ എന്ത് ചെയ്യും? ഡൈ ആവും, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് എന്തുണ്ടാവുന്നത്? ഹയർ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലോവർ ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്കറിയാം ഈ മൈക്രോബ്സിന്റെ ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ അതിന്റെ ആ ഒരു മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ട് ഒക്കെ നടക്കൂ. അപ്പൊ മെംബ്രെയിന്റെ ഡാമേജസ് വന്നാലേ അതിന്റെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആസ് എ ഹോൾ ഡിസ്റ്റർബ്ഡ് ആയി. അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയാൽ എന്തോ അതിന്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഈ ലോവർ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് മെംബ്രെയിൻ സോൾഡിഫിക്കേഷൻ occur ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? സോൾഡിഫിക്കേഷൻ occur ചെയ്താല് ഈ മെംബ്രെയിൻസ് എപ്പോഴും നമ്മൾ എന്ത് പറയാറുണ്ട്? സെമി ഫ്ലൂയിഡ് നേച്ചറിലാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആ സെമി ഫ്ലൂയിഡ് നേച്ചർ അവിടെ ലോസ് ചെയ്യും. അങ്ങനെ സെമി ഫ്ലൂയിഡ് നേച്ചർ ലോസ് ചെയ്യുക ട്രാൻസ്പോർട്ടിന് അത് എഫക്ട് ചെയ്യും. പക്ഷെ ലോവർ ടെമ്പറേച്ചറിൽ എന്തുണ്ടാവുന്നില്ല? മൈക്രോബിയൽ ഡെത്ത് occur ചെയ്യുന്നില്ല. മൈക്രോബ്സിനെ അതുപോലെ പ്രിസർവ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ലോവർ ടെമ്പറേച്ചറിൽ. ഹയർ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്താണ് ലീതൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഹയർ ടെമ്പറേച്ചറിലാണ് എപ്പോഴും നമുക്ക് എന്തുണ്ടാവുന്നത്? ലീതൽ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ലോവർ ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. അവിടെ എന്താണ് ഫിസിക്കലി എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതിന്റെ കേസിൽ? ലോവർ ടെമ്പറേച്ചറിന്റെ കേസിൽ ഉണ്ടാകുന്നത്. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാ എഫക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലേ? റേറ്റ് ഓഫ് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിനെയാണ് ഇത് എഫക്ട് ചെയ്യുക. നമുക്കറിയാം ഓരോ മൈക്രോ ഓർഗാനിസത്തിനും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസത്തിനും there are 3 types of temperature. ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ച് നമുക്ക് എന്തുണ്ട്? 3 ടൈപ്പ് ടെമ്പറേച്ചർ ഉണ്ട്. അതിലൊന്നാണ് മിനിമം ടെമ്പറേച്ചർ. മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബിലോ ദാറ്റ് ടെമ്പറേച്ചർ the growth of microorganism does not occur. ഈ ഒരു ടെമ്പറേച്ചറിന് താഴെ എന്തുണ്ടാവില്ല? മൈക്രോബിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് പറഞ്ഞാല് മാക്സിമം ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? above this particular temperature the growth does not occur. ഇത് അപ്പർ ലിമിറ്റ് ആണ്. മറ്റേതോ ലോവർ ലിമിറ്റ് ആണ്. അതിന്റെ മുകളില് എന്ത് ചെയ്യില്ല? മാക്സിമത്തിന് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല. മിനിമത്തിന് താഴെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ the temperature above which the growth does not occurs is called maximum temperature. And also there is another kind of temperature that is called optimum temperature. Optimum means ideal for the growth അല്ലേ. അപ്പൊ optimum എന്ന് പറഞ്ഞാൽ എന്താണ്? the temperature at which the microorganism grows maximum or more rapidly is called optimum temperature. For any particular microorganism there is 3 types of temperature. What are the? Minimum, maximum and optimum temperature. These 3 temperatures are collectively called cardinal temperature. What is that called? Cardinal temperature. ഈ 3 ടെമ്പറേച്ചറിനെയും കൂടി നമുക്ക് എന്ത് വിളിക്കാം? കാർഡിനൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇത് എന്താണ് കാർഡിനൽ ടെമ്പറേച്ചർ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. എന്താണ് കാർഡിനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എനി പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം there is a optimum, minimum and maximum temperature for their growth. And these 3 temperatures are collectively called or togetherly called cardinal temperature. The cardinal temperature may vary up to organism. Between organism എന്താണ് cardinal temperature എന്ത് ചെയ്യുന്നുണ്ട്? വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് എന്ന് പറയുന്നത്
ഗ്രാഫ് എങ്ങനെ വരയ്ക്കാന്ന് വെച്ചാല് ഇവിടെ ഗ്രോത്ത് റേറ്റ് എടുക്കാം. ഇവിടെ എന്താന്ന് വെച്ചാല് ടെമ്പറേച്ചർ അങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക. അപ്പോ ഈ മാക്സിമം ടെമ്പറേച്ചറിനോട് അടുപ്പിച്ചിട്ടായിരിക്കും അധികം എന്തുണ്ടാവുക, ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടാവുക. ഇറ്റ് ഡസ് നോട്ട് ലൈ മിഡ്വേ ബിറ്റ്വീൻ മിനിമം ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഓൾവേസ് ക്ലോസർ ടു ദി മാക്സിമം ടെമ്പറേച്ചർ. ഈ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് ക്ലോസർ ടു ദി maximum temperature. This is the graph. Okay, rate of growth അതേപോലെ തന്നെ ടെമ്പറേച്ചർ വേഴ്സസ് നമ്മുടെ ഗ്രാഫ് വരച്ചാൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതിന്റെ നടുവിലായിട്ടല്ല എന്തുണ്ടാവുന്നത്, ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടാവുക. മിനിമത്തിന്റെ മാക്സിമത്തിന്റെ നടുവിലല്ല ഉണ്ടാവുക. ഇറ്റ് ഈസ് ബിറ്റ്വീൻ അല്ല ഉണ്ടാവുന്നത്, ഇൻ ബിറ്റ്വീൻ അല്ല ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ക്ലോസർ ടു ദി മാക്സിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം എന്ന് പറയുന്നത് മാക്സിമത്തിന് അടുപ്പിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ 10 മിനിമം ആണെങ്കിൽ 20 മാക്സിമം ആണെങ്കിൽ 15 ആയിരിക്കില്ല. എത്രയായിരിക്കും? ഇറ്റ് ഈസ് അബോ 18 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എപ്പോഴും ഉണ്ടാവുന്നത്. ആ ഒരു പോയിന്റ് നമ്മൾ ഓർമ്മിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഓരോ ഓർഗാനിസത്തിനും വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട് കേട്ടല്ലോ. ഓരോന്നിനും ഓരോരോ ടെമ്പറേച്ചർ പ്രിഫറൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈ ടെമ്പറേച്ചർ പ്രിഫറൻസിനനുസരിച്ച് ആദ്യം ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ രണ്ടായി ക്ലാസിഫൈ ചെയ്യുമ്പോൾ ചില ഓർഗാനിസംസ് അതിനെന്ന് പറഞ്ഞാല് ഒരു സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് അതിന്റെ ഗ്രോത്തിന് വേണ്ടി വരിക. ആ സ്മോൾ റേഞ്ച് എന്ന് പറയുന്നത് മിനിമം, അതേപോലെ തന്നെ മാക്സിമം എന്ന് പറയുന്നത് ഒരു സ്മോൾ റേഞ്ചിലായിരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 10 ഡിഗ്രി സെൽഷ്യസിനും 20 ഡിഗ്രി സെൽഷ്യസിനും ഇടക്കാമെന്ന് വിചാരിച്ചോ, ഇതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റീനോതെർമൽസ് എന്ന് വിളിക്കും. കാർഡിനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് എ സ്മോൾ റേഞ്ച്, then it is called സ്റ്റീനോതെർമൽസ്. സ്റ്റീനോതെർമൽസിന് എക്സാമ്പിൾ ആണ് നൈസേരിയ, ഗൊണോറിയ എന്ന് പറയുന്ന ഓർഗാനിസം. What do we call stenothermals? These organisms have a small range of temperature. Temperature range എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ആയിട്ട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ another group of organisms ഉണ്ട്. അതിനെന്താന്ന് വെച്ചാൽ ബ്രോഡ് റേഞ്ചിൽ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പൊ ബ്രോഡ് റേഞ്ചിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം 30 to 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇതിന്റെ ഒരു റേഞ്ച് എത്രയാണ്? ഒരുപാടില്ലേ. ഇതിന് 10 to 20 എന്ന് പറയുമ്പോൾ ആ ഒരു 10 യൂണിറ്റ്സ് റേഞ്ചിലേ ഉള്ളൂ. ഇവിടെ 30 to 80 എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രോഡ് റേഞ്ച് ആണ്, അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പൊ ഓർഗാനിസം ദാറ്റ് ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആർ കോൾഡ് യൂറിതെർമൽസ്. അതിനെ നമ്മൾ എന്താ വിളിക്കാം? യൂറിതെർമൽസ് എന്ന് വിളിക്കും. സ്റ്റീനോതെർമൽസ് ആൻഡ് യൂറിതെർമൽസ്. സ്റ്റീനോ മീൻസ് എന്താണ്? സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. യൂറിതെർമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ സ്റ്റീനോതെർമൽസിന് എക്സാമ്പിൾ ആണ് നൈസേരിയ, ഗൊണോറിയ. അതുപോലെ തന്നെ യൂറിതെർമൽസിന് എക്സാമ്പിൾ ആണ് എൻറ്ററോകോക്കസ് ഫീക്കാലിസ് എന്ന് പറയുന്ന ഓർഗാനിസം. Enterococcus fecalis is an example of യൂറിതെർമൽസ്. അത് ഓർമ്മിക്കുക. ഇത് 1 വേർഡ് ക്വസ്റ്റ്യനും 2 മാർക്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതാണ് രണ്ട് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് based on temperature ranges. The organisms are classified into stenothermals and യൂറിതെർമൽസ്. Then next, based on their preferred temperature for growth, the microorganisms are classified into 5 different types. 5 different types എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സൈക്രോഫൈൽസ്.
സൈക്രോഫൈൽസ് എന്ന് പറയും. രണ്ടാമത്തത് സൈക്രോട്രോപ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് സൈക്രോഫൈൽസ് എന്ന് പറയും. Then mesophiles, then thermophiles, പിന്നെയോ hyperthermophiles based on their preferred temperature for growth. Microorganisms are classified into 5 different types. What are they? First one, psychrophiles. Second one, psychrotrophs or facultative psychrophiles. Then mesophiles. Then next one is the thermophiles. Then hyperthermophiles. ഇങ്ങനെ എന്താണ് 5 ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ടാവും. അത് എസ്സേ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ആൻസറിൽ ഇത് ഓരോരോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഓരോരോ ടേംസ് വരാറുണ്ട്. ഇപ്പൊ സൈക്രോഫൈൽസ് എന്ന് പറയുന്നത് ഇതിന്റെ മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ്. മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി. 0 ഡിഗ്രിക്ക് താഴെ അതിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാ? 15 ഡിഗ്രി സെൽഷ്യസ്. 15 ഡിഗ്രി സെൽഷ്യസ്. മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ്. 20 ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം. അപ്പൊ ഈ ഒരു പ്രിഫറൻസ് ഉള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സൈക്രോഫൈൽസ് എന്ന് പറയും. സൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റഡ് ടു കോൾഡ് എൻവയോൺമെന്റ്. അതിന് എന്ത് പറയുന്നത്? നമ്മൾ സൈക്രോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ സൈക്രോഫൈൽസിന്റെ പ്രത്യേകത എന്തായിരിക്കണം? Their membrane transport systems and enzymes work well at very low temperature. Very low temperature എന്നാണ് എൻസൈംസ് മെക്കാനിസംസ് അതേപോലെ തന്നെ മെഷീനറീസ് ഒക്കെ വർക്ക് ചെയ്യണം അല്ലേ? അതാണ് അതിന്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറയുമ്പോൾ particularly these kind of microorganisms have in their membranes they have high levels of unsaturated fatty acids. അവരെ മെംബ്രെയിനിൽ എന്തുണ്ട്? ഹൈ ലെവൽസ് ഓഫ് unsaturated fatty acids ഉണ്ടാവും. This helps to maintain the fluidity of the membrane. The high levels of unsaturated fatty acids helps to maintain the fluidity of membrane. So that the transport system works efficiently. Membrane എന്താണ്? ഡാമേജസ് അവിടെ ഉണ്ടാവുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? സൈക്രോഫൈൽസ് ആർ അഡാപ്റ്റഡ് ടു കോൾഡ് എൻവയോൺമെന്റ് because their enzyme and protein synthetic systems works well at very low temperature and in their membrane they contain high levels of unsaturated fatty acids. ഓർമ്മിക്കണം, unsaturated fatty acids ആണ് ഉണ്ടാവുന്നത്. അത് വൺ വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ആണ് സൈക്രോഫൈൽസിന്റെ എക്സാമ്പിൾസ് ആണ് സ്യൂഡോമോണാസ്, ഫ്ലേവോബാക്ടീരിയം, ആൽക്കാലിജൻസ്, വിബ്രിയോ, ബാസിലസ്, അക്രോമോബാക്ടർ, ഫോട്ടോബാക്ടീരിയം. സ്യൂഡോമോണാസ്, ഫ്ലേവോബാക്ടീരിയം, ആൽക്കാലിജൻസ്, വിബ്രിയോ, ബാസിലസ്, അക്രോമോബാക്ടർ, then photobacterium. All these are examples for psychrophiles. Then we move on to next one. What is that? Psychrotrophs or facultative psychrophiles. അല്ലേ? facultative എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്? ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളതാണ് നമ്മൾ എന്താ പറയാ? facultative എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന് ഒരു സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, വേറൊരു സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഫാക്കൽറ്റേറ്റീവ് എന്ന് നമ്മൾ എപ്പോഴും പറയും. അപ്പൊ ഇതിന്റെ മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 to 7 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? 0 to 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ടെമ്പറേച്ചർ തന്നെയല്ലേ അല്ലെ? 0 to 7 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ ഇതിന്റെ ഒപ്റ്റിമം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 20 to 30 ഡിഗ്രി സെൽഷ്യസ്. 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. And the maximum is about
35 ഡിഗ്രി സെൽഷ്യസ്. മാക്സിമം എത്രയാണ്? 35 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇതിന്റെ മിനിമം എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഒപ്റ്റിമം എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സൈക്രോഫൈൽസ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഫാക്കൽറ്റേറ്റീവ് സൈക്രോഫൈൽസ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഫാക്കൽറ്റേറ്റീവ് സൈക്രോഫൈൽസ് എന്ന് വിളിക്കുന്നത്. These two type of organisms, psychrophiles and facultative psychrophiles, are common contaminants in refrigerated food items. Refrigerated foods le common contaminants are ഈ സൈക്രോഫൈൽസും അതേപോലെ തന്നെ ഫാക്കൽറ്റേറ്റീവ് സൈക്രോഫൈൽസ്. പിന്നെ ഇത് ഈ സൈക്രോഫൈൽസ് എന്ന് പറയുന്നത് they die if it is exposed to room temperature for a long period of time. ഇതിന്റെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് റൂം ടെമ്പറേച്ചർ എത്രയാ? റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ റൂം ടെമ്പറേച്ചറിൽ എക്സ്പോസ് ചെയ്താൽ ഈ ഓർഗാനിസം എന്ത് ചെയ്യും? they simply die out. എന്താണ്? if exposed to room temperature. okay, അതാണ് ഈ സൈക്രോഫൈൽസിന്റെ ഒരു എന്താ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ ഉണ്ട്. അപ്പൊ ഈ സൈക്രോഫൈൽസും സൈക്രോട്രോപ്സും നമുക്ക് രണ്ടും ഏകദേശം ഒരുപോലെ വരുന്നത് തന്നെയാണ് കേട്ടല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് എപ്പോഴും എന്താന്ന് വെച്ചാല് ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതാണ് സൈക്രോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ സൈക്രോട്രോപ്സിന് എക്സാമ്പിൾ സംബാസിലസ് അതേപോലെ തന്നെ സം സ്യൂഡോമോണസ് സ്പീഷീസ് ഒക്കെ എന്താണ് സൈക്രോട്രോപ്സിൽ വരുന്നുണ്ട്. ഓക്കെ, അത് ഓർമ്മിക്കാം. ദ നെക്സ്റ്റ് വൺ മീസോഫൈൽസ്. മീസോഫൈൽസ് എന്ന് പറയുന്നത് they have an optimum between 20 to 35 ഡിഗ്രി സെൽഷ്യസ്. ഇതിന്റെ ഒപ്റ്റിമം എത്രയാ പറയുന്നത്? 20 to 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? മിനിമം എന്ന് പറയുന്നത് എപ്പോഴും എന്താന്ന് വെച്ചാൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിനിമം എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. മാക്സിമം ടെമ്പറേച്ചർ ഫോർ ദെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇതില് എന്തായാലും നമുക്ക് ഈ ടെമ്പറേച്ചർ പ്രിഫറൻസിനനുസരിച്ച് മൈക്രോബ്സ് എന്ന് പറയുന്നത് പല ടൈപ്സ് ഉണ്ട് അല്ലെ. ഫംഗൈ ഉണ്ടാവും, അതേപോലെ തന്നെ ബാക്ടീരിയ ഉണ്ടാവും, പിന്നെ പ്രോട്ടോസോവ അതൊക്കെ ഉണ്ടാവും. അപ്പൊ സൈക്രോഫൈൽസിൽ ഫംഗൈ ഉണ്ട്, സൈക്രോഫിലിക് ഫംഗൈ ഉണ്ട്, അതേപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും, പ്രോട്ടോസോവയുണ്ട്. പിന്നെ അതേപോലെ തന്നെ മീസോഫൈൽസിൽ വന്നിട്ടുണ്ട്. മീസോഫൈൽസ് എന്ന് പറയുന്നത് മീസോഫിലിക് ഫംഗൈ, ബാക്ടീരിയ, അതേപോലെ തന്നെ പ്രോട്ടോസോവയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ മീസോഫൈൽസ് എന്ന് പറയുന്നതാണ് കോമൺ ഹ്യൂമൻ പാത്തോജൻസ് എന്ന് പറയുന്നത്. അധികം എന്തായിരിക്കും? മീസോഫൈൽസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മളെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാ? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഏത് റേഞ്ചിലാണ് വരുന്നത്? മീസോഫൈൽസിന്റെ കേസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? all the human pathogens are commonly എന്താണ് included under the group mesophils. മീസോഫൈൽസിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈക്കോളൈ, പിന്നെ അതേപോലെ കാമ്പൈലോബാക്ടർ, ഹെലിക്കോബാക്ടർ, പിന്നെ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ്, ഇതൊക്കെ എന്തിന് വരും? മീസോഫൈൽസിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. മീസോഫിലിക് ബാക്ടീരിയന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത് മീസോഫൈൽസ്. ഇനി നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഹൈപ്പർതെർമോഫൈൽസും ഉണ്ട്, അതേപോലെ തന്നെ തെർമോഫൈൽസും ഉണ്ട്. ആദ്യം നമുക്ക് എന്ത് പറയാം? തെർമോഫൈൽസിനെ പറയാം. ഇപ്പൊ തെർമോഫൈൽസിന്റെ മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 45 ഡിഗ്രി സെൽഷ്യസ്. മിനിമം എത്രയാന്ന് പറയുന്നത് 45 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 55 to 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ന് പറയാം ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മാക്സിമം ഈസ് അബൌവ് 80 ഡിഗ്രി സെൽഷ്യസ്. മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ തെർമോഫൈൽസ് എന്ന് പറയുന്നത് they have a high temperature range, അല്ലെങ്കിൽ എന്താണ് ഹൈ ടെമ്പറേച്ചർ പ്രിഫറൻസ് ഉള്ള ഓർഗാനിസം ആണ് ഈ തെർമോഫൈൽസ് എന്ന് പറയുന്നത്.
ഇപ്പൊ തെർമോഫൈൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ദേ ആർ അഡാപ്റ്റഡ് ടു ഈ എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചറിന് അഡാപ്റ്റഡ് ആവുന്നത്. അവരെ മെംബ്രെയിൻ സിസ്റ്റംസും അതേപോലെ തന്നെ പ്രോട്ടീൻ സിന്തറ്റിക് സിസ്റ്റംസ് ഒക്കെ they work well at high temperature. They contain saturated fatty acids. Instead of unsaturated fatty acids, they contain high levels of saturated fatty acids. Saturated fatty acids ആണ് മെംബ്രെയിനിന്റെ ടെക്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ they have high GC content. GC content എന്ന് പറയുന്നത് എന്താണ്? ഹൈ ആയിരിക്കും. GC എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിക് ആസിഡിൽ GC കണ്ടന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? മെൽറ്റിങ്ങിന് റെസിസ്റ്റന്റ് ആയിരിക്കും DNA എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പ്രോട്ടീൻസും അതേപോലെ തന്നെ എൻസൈംസ് എല്ലാം സിന്തസൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് എപ്പോഴും എന്ത് വേണം? ഹൈ ടെമ്പറേച്ചർ വേണം. എന്നാൽ മാത്രമേ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ്, അതേപോലെ തന്നെ തെർമോപ്ലാസ്മ അസിഡോഫിലസ്. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ. ഇതാണ് എന്ത് പറയുന്നത്? തെർമോഫൈൽസ് എന്ന് പറയുന്നത്. തെർമോഫൈൽസിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ഹൈ GC കണ്ടന്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താണ്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പ്രോട്ടീൻ അതേപോലെ തന്നെ എൻസൈം സിസ്റ്റത്തിന് വർക്ക് ചെയ്യണമെങ്കിൽ they require high temperature always. എപ്പോഴും അവർക്ക് എന്ത് വേണം? ഹൈ ടെമ്പറേച്ചർ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ. അതാണ് തെർമോഫൈൽസിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഹൈപ്പർ തെർമോഫൈൽസ്, കുറച്ചും കൂടി കൂടിയ റേഞ്ചിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹൈപ്പർ തെർമോഫൈൽസിന്റെ കേസിലാണെങ്കിൽ ഇതിന്റെ മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 to 130 ഡിഗ്രി സെൽഷ്യസ്. 80 to 113 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 130, 135 എബോവ് ഒക്കെ പോകുന്നുണ്ട് മാക്സിമം എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചറിലാണ് ഇവര് ടോളറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് സാധാരണ കാണപ്പെടുന്നത് പറഞ്ഞാല് നിയർ സീ സെഡിമെന്റ്സിന് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറിലുള്ള സ്ഥലത്ത്, പിന്നെ അതേപോലെ തന്നെ വോൾക്കാനിക് റീജിയൻസിലെല്ലാം ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വരുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയ. ആർക്കി എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇത്രയാണ് ടെമ്പറേച്ചറിന്റെ പ്രിഫർ ടെമ്പറേച്ചർ റേഞ്ചസിനനുസരിച്ച് മൈക്രോബ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് എന്തൊക്കെയാണ്? സൈക്രോട്രോപ്സ്, ഫാക്കൽറ്റേറ്റീവ്, സൈക്രോഫൈൽസ് ആണ് എന്ത്? സൈക്രോട്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ സൈക്രോഫൈൽസ്, പിന്നെ എന്താണ്? മീസോഫൈൽസ്, തെർമോഫൈൽസ്, പിന്നെ ഹൈപ്പർ തെർമോഫൈൽസ്. That's all about temperature. In this way we discussed about what temperature നെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. But temperature എന്ന് പറയുന്നത് is the most important environmental factor which influences the growth of microorganisms. Okay, ഇതാണ് ടെമ്പറേച്ചറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി pH ഉണ്ട്, gaseous atmosphere ഉണ്ട്, osmotic pressure ഉണ്ട്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ കേസിൽ ഉള്ളതാണ്. ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.